ഇപ്പോൾ ADGP അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത് തിരുവമ്പാടി ദേവസ്ഥയാണ്. എന്താണ് അതിൻ്റെ വസ്തുത? ഞങ്ങളും പത്രദ്വാര ഞങ്ങളത് കണ്ടു. പത്രത്തിൽ കണ്ട കാര്യങ്ങളാണ് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ADGPയുടെ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് DGP അതിന് ത്രിതല അന്വേഷണം വെച്ചിരിക്കുകയാണ്. ഈ ത്രിതല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം അതിലൊരു അച്ചിട്ട പോലെ കാര്യം മനസ്സിലാവുന്നത്, ഇത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കെട്ടാനുള്ള ഒരു ഗൂഢ തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അന്ന് 3500ഓളം പോലീസുകാരുണ്ടായിരുന്നു, അതിൻ്റെ ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെയും അതേപോലെ തന്നെ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതേപോലെ മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ പൂരത്തോടനുബന്ധിച്ച് ഇവിടെ ആഴ്ചകളോളം അതിനുവേണ്ടി വർക്ക് ചെയ്തിരുന്നു. ഈ പൂരം കലക്കുമെന്ന് അവർക്ക് പൂരം കഴിഞ്ഞതിന് ശേഷമാണോ അറിഞ്ഞത്? അതാണോ ശരി? ഇത്രയും ADGP പറയുന്നത് പൂരം കലക്കി. ഇത്രയും ഞാൻ കേട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് കേരള പോലീസ് എന്നാണ്. അവർക്ക് ഈ പൂരം കലക്കാൻ ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ പ്രതിനിധികൾ പൂരം കലക്കാൻ പോകുന്നു എന്നുള്ളത് പൂരം കലക്കിയതിന് ശേഷമാണ് അറിയുന്നത്. അതൊക്കെ കേരള പോലീസിൻ്റേതല്ല. അതൊരു മോശം മോശം തീരുമാനമാണ്, ഒരു മോശം സ്റ്റേറ്റ്മെൻറ്റാണ്. ബഹുമാനപ്പെട്ട അജിത് കുമാർ സാറ് അങ്ങോരുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും മുഖ്യമന്ത്രി അതിൻ്റെ ത്രിതല അന്വേഷണം നടത്തുകയും വേണമെന്ന് പറയുകയും ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദേവസ്വത്തിന് എന്ന് പറഞ്ഞാൽ പൂരം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചുമതല പോലീസാണ്. ആ ADGP ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. തലേ ദിവസം പൂര ദിവസം ADGP ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനു മൂടി വെച്ചു? പിന്നെ തിരുവമ്പാടി ദേവസ്വത്തിലും തിരുവമ്പാടി പൂര കമ്മിറ്റിയിലുമെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അതിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നില്ല, അവിടെ ഒരു രാഷ്ട്രീയമില്ല. ദേവസ്വത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഒരാളും ഇതുവരെ കാണിച്ചിട്ടില്ല. 226 വർഷമായി പൂരം നടക്കുന്നു. അതിൻ്റെ ഇടയിൽ പല ഇലക്ഷനുകളും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഒരാളും രാഷ്ട്രീയം കളിക്കാറില്ല. രാഷ്ട്രീയക്കാർ അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യാറാണ് പതിവ്. ഇതൊക്കെ പലവട്ടം നമ്മൾ എല്ലാ വിഷ്വൽ മാധ്യമങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തെല്ലാം പേക്കൂത്തുകളാണ് അവിടെ കാണിച്ചു കൂട്ടിയിരുന്നത്. കഴിഞ്ഞ 23 തൊട്ട് തുടങ്ങിയ കാര്യമാണ്. 2023 സംഭവങ്ങൾ 24 ആവർത്തിക്കരുത് എന്ന് വ്യക്തമായി അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാണ്ട് 2023 മുതൽ ഇത് അട്ടിമറിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. 2023 സംഭവങ്ങൾ 24 ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ആവർത്തിച്ചപ്പോഴാണ് ഞങ്ങൾ അതിന് തടസ്സം നിൽക്കേണ്ടി വന്നത്, അതിനുവേണ്ടി പ്രതികരിക്കേണ്ടി വന്നത്. അത് പൂരം കലക്കാനോ ഞങ്ങൾ പടുത്തുയർത്തിയ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ആ പൂരത്തെ ഞങ്ങൾ തന്നെ നശിപ്പിക്കാൻ തയ്യാറാവാൻ ഒരു കുട്ടിയും തയ്യാറാവില്ല.